കേരളത്തിൻ്റെ മൂന്നാം വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയതോടെ മലയാളികൾ സന്തോഷത്തിലാണ്. കേരളത്തിൻ്റെ വളരെ നാളായുള്ള ആവശ്യമായിരുന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് എന്നത്. സ്പെഷ്യൽ ട്രെയിനായാണ് പുതിയ സർവീസെങ്കിലും ഇത് സ്ഥിരം സർവീസ് ആക്കും എന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന. ഇപ്പോഴിതാ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് ഇരട്ടി മധുരം നൽകുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് എത്തിയതിന് പിന്നാലെ നാലാമത്തെ വന്ദേ ഭാരത് ട്രെയിനും ഉടൻ എത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തെത്തിയത്. PT ഉഷ MP ആണ് കേരളത്തിന് നാലാം വന്ദേ ഭാരത് എത്തുന്ന വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഗോവ വന്ദേ ഭാരതാണ് വരാൻ പോകുന്നത്. ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ദേ ഭാരത് പ്രത്യേക സർവീസ് നടത്തുന്ന കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് PT ഉഷ MP അറിയിച്ചു. നിലവിൽ ഗോവ മംഗളൂരു സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടാനാണ് ആലോചിക്കുന്നത്. നിലവിൽ സർവീസ് നടത്തുന്ന ഗോവ മംഗളൂരു സർവീസ് ലാഭത്തിലല്ല പ്രവർത്തിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പകുതിയിലധികം സീറ്റുകൾ കാലിയായിട്ടാണ് സർവീസ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സർവീസ് കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഗോവ മംഗളൂരു വന്ദേ ഭാരത് കോഴിക്കോട്ട് വരെ നീട്ടുന്ന കാര്യത്തിൽ റെയിൽവേ അനുകൂല തീരുമാനത്തിലാണ്. അടുത്ത മാസത്തോടെ സർവീസ് യാഥാർത്ഥ്യമാകും. വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യത്തോട് തികച്ചും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ചയിൽ MPയെ അറിയിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യവുമായി ഗോവൻ മലയാളി സമൂഹം PT ഉഷ MPയെ സമീപിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി MP കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം എറണാകുളം ബംഗളൂരു സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് നാളെയാണ് തുടങ്ങുന്നത്. ബുക്കിംഗ് ആരംഭിച്ച് ട്രെയിനിൽ ടിക്കറ്റ് ചൂടപ്പം പോലെ വിറ്റുപോകുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസമാണ് സ്പെഷ്യൽ ട്രെയിൻ. മൊത്തം 12 സർവീസുകൾ നടത്തും. ലാഭകരമാണെങ്കിൽ സർവീസ് സ്ഥിരമാക്കുന്നത് റെയിൽവേയുടെ പരിഗണനയിലുണ്ട്.